പുസ്തകങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഇത് വായിച്ചു, നിങ്ങളെല്ലാവരും വായിച്ചു കാണുമായിരിക്കും അല്ലേ? മാതൃഭൂമിയിലെ വാരാന്ത്യ പതിപ്പ് വായിക്കുന്നവരുണ്ടോ ഇവിടെ? ഇത് ഇന്നത്തെ 18-ാം തീയതിയിലത്തെ. ഇതിനകത്ത് തസ്ലീമ നസ്രീനെ കുറിച്ചിട്ട് തസ്ലീമ നസ്രീൻ്റെ ഒരു അഭിമുഖമുണ്ട്. തസ്ലീമ നസ്രീൻ എല്ലാവർക്കും അറിയാം, ബാംഗ്ലാദേശിലെ എഴുത്തുകാരിയാണ്, മതേതരവാദിയാണ്. പുള്ളിക്കാരത്തി അവിടെ നിന്ന് പലതരത്തിലുള്ള ബുക്കുകൾ വിമൻ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് എഴുതിയ കാരണം പുള്ളിയെ അവനവൻ്റെ മാതൃരാജ്യം വേണ്ടാന്ന് വെച്ച ഒരു ഇതാണ്. അപ്പോൾ ഈ ലേഡി ഇപ്പം എത്ര വർഷമായെന്ന് അറിയാം, 30 വർഷമായിട്ട് എക്സൈലിൽ കഴിയാണ്. ഷീ കനോട്ട് ഗോ ടു ഹർ ഓൺ ഹോം കൺട്രി. അപ്പോൾ ഇത് എന്തിനാണ് ഞാനിതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണല്ലോ. എനിക്ക് എപ്പോഴും നൊസ്റ്റാൾജിക് ട്രിപ്പിൽ കൊണ്ടുപോകണം നിങ്ങളെ. എൻ്റെ നൊസ്റ്റാൾജിയാണ് മഹാരാജാസ് കോളേജ്. അപ്പോൾ മഹാരാജാസ് കോളേജിൽ 1993, 92, 93 ആ സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ പഠിക്കുന്നുണ്ട്, BA ലിറ്ററേച്ചറിന്. അപ്പോൾ എനിക്ക് 92 അതെ അവിടെ ഞാൻ പഠിക്കുന്നുണ്ട്. എനിക്ക് 20 വയസ്സാണെന്ന്. ആ സമയത്ത് അവിടെ എപ്പോഴും ബുക്ക് എക്സിബിഷൻസ് നടക്കും. ബുക്ക് എക്സിബിഷൻസ് നടക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്ന കാശ് എന്ന് പറയുന്നത് വളരെ കുറച്ച് പൈസയേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ അവർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 10% മാത്രം മേടിച്ച് 10%ഓ 50%ഓ അങ്ങനെയൊക്കെ ഇട്ടിട്ട് വാങ്ങിക്കും. അപ്പോൾ ഈ ബുക്ക് വളരെ കുറച്ച് പോക്കറ്റ് മണിയുള്ള എനിക്ക് മേടിക്കാൻ പറ്റി. അന്ന് ഇതിൻ്റെ വിലയാണേ, പെൻഗ്വിൻ ബുക്ക് പബ്ലിഷ് ചെയ്തതാണ് 125 രൂപ. ഇത് പബ്ലിഷ് ചെയ്തത് 1992 ഇതിൽ എഴുതിയിട്ടുണ്ട് 92, 93. ഇതാ December 1992. The Babri Masjid at Ayodhya in India is demolished by a mob of Hindu fundamentalists. അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് പുള്ളിക്കാരത്തി ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് ലജ്ജ. ബാംഗ്ലയാണല്ലോ അവരുടെ ഭാഷ, ബംഗാളി തന്നെ. അതിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ ഷെയിം എന്നാണ്. നമ്മുടെ മലയാളത്തിലും ലജ്ജ എന്ന് പറഞ്ഞാൽ ഷെയിം എന്നാണേ. എന്നിട്ട് ഞാൻ ആഗാ ഭാസ്കർ കാർത്തിക പെരുമ്പാവൂർന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ? യുവതിയായ ഞാൻ എഴുതിയതായിരിക്കും അത് ആ സമയത്ത്. ഇപ്പം മധ്യവയസ്കയായ ഞാനിരുന്നത് നോക്കുന്നു അല്ലേ, ആലോചിച്ച് നോക്ക്. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ബുക്സ് എന്നുള്ളതാണ്. 1992, 93 ഇവർ ബുക്സ് എഴുതിയിരിക്കുന്നത്. ഇത് ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണേ. അപ്പോൾ ടു ദ പീപ്പിൾ ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ് എന്നും പറഞ്ഞാണ് ഇത് എഴുതിയിരിക്കുന്നത് പുള്ളിക്കാരത്തിക്ക് ഈ ബുക്ക്. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ സമയത്ത്, ആ പാർട്ടീഷൻ്റെ സമയത്ത് ആരൊക്കെയാണ്? ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്നെയാണ് ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ അച്ഛൻ ഡോക്ടറാണ്. അപ്പോൾ ആ സമയത്ത് പട്ടാളക്കാർ ഒരു സീജ് നടത്തിയിട്ട് ഓടി വന്ന് വീട്ടിലേക്ക് എരച്ചു കയറി ഇവരുടെ അച്ഛനെ മരത്തിൽ കെട്ടിയിട്ട് തല്ലി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട ഒരു മകളാണ്. അപ്പോൾ ഇവർ ലജ്ജിക്കുകയാണ്, ആ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നിങ്ങൾക്കിത് കിട്ടുമെങ്കിൽ ഇപ്പോൾ വായിച്ചു വയ്ക്കുക. ഇത് അൺഎഡിറ്റഡ് വേർഷനാണ്. ഇതിനകത്ത് ഇപ്പോൾ വരുന്ന ബുക്കുകളെല്ലാം ഇപ്പോഴുണ്ട്, ഈ ബുക്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു 2-3 ചാപ്റ്റർ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എൻ്റെ മോള് വാങ്ങിയിട്ടുണ്ട്. മോള് വാങ്ങിച്ചപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞ മോള് കേട്ടിട്ടുണ്ട്. മോള് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മോളത് കൊണ്ടുവന്ന് വായിച്ചിട്ട് മോള് പറഞ്ഞു, അമ്മ അൺഎഡിറ്റഡ് വേർഷനിൽ വേറെ ഉണ്ട് പറഞ്ഞിട്ട് ഷീ ടുക്ക് ആൻഡ് റെഡ് ഇറ്റ്. അത് ഏതാണ് വേർഷൻ എന്ന് എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഏതാണ് ഇല്ലാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അവൾക്കേ അറിയാവുള്ളൂ. സോ അത് കണ്ടപ്പോൾ ഞാൻ തപ്പിയെടുത്താണ് എൻ്റെ ബുക്സിൻ്റെ ഇടയിൽ നിന്ന്. പിന്നെ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ അമ്മയുടെ ഒരു സ്റ്റുഡൻറ്റ് കേട്ടോ, ചെറുതായിട്ടൊരു റീല് പിടിക്കലും അതൊക്കെയാണ് പുള്ളിയുടെ ബിസിനസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടൊരു ഇത്രയും വർഷങ്ങളായിട്ട് പെരുമ്പാവൂർ ജീവിച്ചിട്ട് ഞാൻ പോകാത്ത ഒരു അമ്പലമുണ്ട്, ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ എല്ലാവരും റീലുകളിലും അതിൽ കാണാം. അവിടെ അപ്പോൾ റീല് പിടിക്കാൻ പാടില്ല ഉള്ളിൽ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് അവർ വേറൊരു സ്ഥലം വെച്ചിട്ടുണ്ട്. അതൊരു വനമാണ്. പെരുമ്പാവൂരിൽ നിന്നൊരു ഇച്ചിരി ദൂരമുള്ളൂ, ഭയങ്കര വനം. അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരിക്കും. ഞാൻ ഒന്നിനും കണ്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു നല്ല മനോഹരിയായ ഒരു ക്ഷേത്രം, ഡിവൈൻ എന്ന് പറഞ്ഞ ഡിവൈൻ.
അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് അവിടെ ആ മനയുണ്ടെന്ന് പറഞ്ഞില്ല, അതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പോയി അവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ റീൽസൊക്കെ അതാണ് കേട്ടോ കാണിക്കണേ. അതിനകത്ത് ഞാൻ ഇട്ടത് അതാണ്. അപ്പം ആ പയ്യനൊരു മണിച്ചിത്രത്താഴിലെ പാട്ടൊക്കെ ഇട്ട് നല്ല ഫീലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കണേ, എൻ്റെ ഷോർട്സിലുണ്ടത്. ഞാനൊരു ബ്ലൂ സാരിയൊക്കെ ഇട്ട് കലക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഓരോ ആഗ്രഹമാണല്ലേ ഇതൊക്കെ. അപ്പോൾ ലജ്ജ വാങ്ങിക്കൂ നിങ്ങൾ. പിന്നെ അതേപോലെ തന്നെ പറ്റുന്നവർ ഈരിങ്ങോൾ കാവിലൊക്കെ ഇങ്ങനെ അമ്പലങ്ങളിൽ പോകാൻ ഇഷ്ടമുള്ളവർ അമ്പലത്തിനല്ല, എന്തൊരു ശ്വസിക്കുമ്പോൾ തന്നെ എന്തൊരു നല്ല വായുവായിരുന്നു എന്നാ പറയുക. അവിടെ നല്ല വായു നമ്മളിങ്ങനെ ഇതാക്കി വരുമ്പോൾ ഞാനിങ്ങനെ ഫ്രഷ് അല്ലാണ്ടിരിക്കുന്നത് തോന്നണ്ട കേട്ടോ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണല്ലോ എൻ്റെ പണി. അമ്പലങ്ങളിലൊക്കെ നടക്കും, അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ടയർഡാവും, കിടന്ന് ഉറങ്ങും. അങ്ങനെ ഇങ്ങനെ ഇരിക്കണം. കുഴപ്പമില്ല, അൺഎഡിറ്റഡ് വേർഷനും വേണം എന്നല്ലേ പറയുക. അതുകൊണ്ടാണ് ഇങ്ങനെ. ഇതൊക്കെ വേണമല്ലോ. പിന്നെ ഇടയ്ക്ക് ഈ ഒരു ചിറ്റാറ്റിന് വേണ്ടി നിങ്ങളെന്നും ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇടുമെന്ന്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇടണമെങ്കിൽ ഞാൻ അബുദാബിയിലായിരിക്കണം. കാരണം ഇവിടെ ഞാൻ ഓരോന്ന് കണ്ടുപിടിക്കും, ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം. പിന്നെ ഇനിയിപ്പോൾ ഉള്ള സമയങ്ങളൊക്കെ എനിക്ക് വേണ്ടിയും എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയും ചിലവഴിക്കണം അല്ലേ നിങ്ങളെല്ലാവരും അങ്ങനെ ആവണം എന്നല്ലേ ഞാൻ പറയണത്. എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടോ അതെടുത്ത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരല്ലെങ്കിൽ നിങ്ങൾ തന്നെത്താൻ പോയി ചെയ്യുക. ആരും നമ്മളെ ഒന്നും പറയാൻ പോകുന്നില്ല. അതൊരു വഴക്കായിട്ട് വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഫ്രീഡം ഉണ്ടാവണമെന്നില്ല എൻ്റെ പോലെ. എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പം ഞാൻ ആദ്യം 2 ആഴ്ചയായി വന്നിട്ട് അവിടെ അരന് പേഴ്സണൽ കുക്കായിട്ടിരിക്കുകയായിരുന്നില്ലേ കുറേ നാളുകളായിട്ട്. പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് പോകണം. അപ്പം അതൊക്കെയാണ് എൻ്റെ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് ബുക്സിനെ പറ്റി തന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ തസ്ലീമ നസ്രീനെ പറ്റി പറഞ്ഞത് ആദ്യം കേട്ടോ. ഇനി ഞാൻ വേറൊരു ബുക്ക് കാണിച്ചു തരാം. ഇതും ഞാൻ എപ്പോഴും പറയുന്ന ബുക്കാട്ടോ, എപ്പോഴും പറയുന്ന ബുക്കാണ് ഇത്. ഖലീൽ ഗിബ്രാൻ എന്നും ആൾക്കാർ പറയുന്നുണ്ട്, ഖലീൽ ജിബ്രൻ എന്ന് പറയുന്നുണ്ട്. ഇത് ആ ഒരു ഭാഷയിലെ ആ റൈറ്ററിൻ്റെ പേര് അവിടെ എങ്ങനെയാണോ പറയുന്നത് നമുക്കറിയില്ല. നമ്മളുടെ എന്താ പറയുക, പ്രൊനൗൺസിയേഷനിലാണ് നമ്മളത് പറയാം കേട്ടോ. ഇന്നലെ അപ്പം ഞാൻ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു, ഞാൻ ഇന്നലെ ഒരു പ്രൊനൗൺസിയേഷൻ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു. ഞാനത് രണ്ടിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ വല്ലാത്തൊരു ഡൈലമയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ അടിയിലൊരു കമൻറ്റാണ്, ഡൈലമ്മ എന്നാണോ ശരിയെന്ന്. നോക്കൂ, രണ്ടും തെറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണറ്റിക്സ് പഠിച്ചാണ്, പക്ഷെ അതേപോലെ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സർട്ടൻ തിങ്സ്. അതും ഉണ്ട്. പിന്നെ ഫ്ലോയിൽ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കൊളോക്കിയൽ യൂസേജ് ആണല്ലേ. ഡെലമ്മ അങ്ങനെയാണ് അത് പറയുക, ഡ എന്നാണ് പറയണത് അവർ. അപ്പോൾ അത് ഡിലമയുമല്ല ഡൈലമയല്ല, രണ്ടും തെറ്റാണ്. അപ്പോൾ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വിൽ ടോക്ക് പെർഫെക്റ്റ്ലി. നമ്മളത്രയും പെർഫെക്റ്റ് ആവില്ല എന്ന് ഞാൻ പലരും പറയാറില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്ന അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഗോ ടേക്ക് ദ ഫോണറ്റിക് ഡിക്ഷണറി ആൻഡ് ദെൻ ചെക്ക് ഇറ്റ് ഔട്ട്. അല്ലെങ്കിൽ ഇതിലുണ്ടല്ലോ ഫോണറ്റിക് ഡിക്ഷണറി ഗൂഗിളിലുണ്ടല്ലോ, സോ ദേ വിൽ പ്രൊനൗൺസ് ഇറ്റ്. അതിലും സൂക്ഷിക്കണം. കുറേ തരം പ്രൊനൗൺസിയേഷൻസ് ഉണ്ടാവും അതിൽ. ചിലത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ വരും, ചിലതിൽ അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ വരും. സോ യു ബി കെയർഫുൾ. സോ അതിലും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്നത് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ പറയാറില്ല, ഇറ്റ് ഇസ് പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ചില ആളുകൾ പറയും അതെന്താ അങ്ങനെ, പ്രൊനൗൺസിയേഷൻ അല്ലേ. ദിസ് ഇസ് ഇറ്റ്. മനസ്സിലായില്ലേ? നിങ്ങൾ പഠിച്ച് വന്നതിൻ്റെ ഇത് ബാക്കി പത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലേ. അത് തന്നെയാണ് എൻ്റെയും കാര്യം കേട്ടോ. അത് ചൂണ്ടിക്കാണിച്ച ആളുടെ കുഴപ്പമൊന്നുമല്ല ഞാൻ പറയണത്. ബട്ട് there is nothing wrong in pronunciations that might differ according to the geography. അതായത് ലോക്കൽ ഭാഷ പറഞ്ഞ് ശീലിക്കുന്നവർക്ക് മദർ ടങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. MTI ഇൻഫ്ലുവൻസ് എന്ന് പറയും. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. കാരണം പീപ്പിൾ സംടൈംസ് ദേ തിങ്ക് ദാറ്റ് എവ്രി വൺ ഷുഡ് സ്പീക്ക് പെർഫെക്റ്റ് ഇംഗ്ലീഷ്. അങ്ങനെയൊന്നുമില്ല. എവ്രിവൺ കനോട്ട്. സംടൈംസ് ഇറ്റ് വിൽ സ്ലിപ്പ് അല്ലേ. നമ്മളെല്ലാം ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമ്മളിപ്പോൾ ക്യാരക്ടറിൻ്റെ കാര്യം പറയുമ്പോഴും ഏതൊരു നല്ല ആളാണെങ്കിലും നമ്മൾ ആരും ഹരിശ്ചന്ദ്രനല്ല എന്ന് പറയില്ലേ. ചില സമയത്തൊക്കെ ഒരു ചെറിയ ഒടിവും ചതവൊക്കെ നമ്മളും ചെയ്യും എന്ന് ഓണസ്റ്റ് ആയിരിക്കും. ബട്ട് സംടൈംസ് നെസസിറ്റി ഈസ് ദി
ഫാദർ ഓഫ് എന്തായിരുന്നു അത് മറന്നു, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് വരണ്ട കേട്ടോ, അത് ഇനി വിട്ടുകളാം. പറയാൻ വന്നത് നെസസിറ്റി അനുസരിച്ചാണ് നമ്മൾ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ്. കിട്ടി ചില സമയത്ത് ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഫാദർ അല്ല, മദർ ഓഫ് ഓൾ ഇൻവെൻഷൻസ്. അപ്പോൾ നമ്മുടെ ആവശ്യകത അനുസരിച്ചാണ് നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഒരു സാധനം ഇൻവെൻറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ. ചെരുപ്പിൻ്റെ ആവശ്യകത വന്നപ്പോഴാണ് തുകൽ വെച്ചിട്ട് ചെരുപ്പുണ്ടാക്കിയതും ചാക്ക് വെച്ച് കെട്ടിയതും എല്ലാം. എപ്പോഴൊക്കെയാണ് മുള്ളുകൊള്ളാതെ കാട് കയറേണ്ടി വരുന്നപ്പോഴും ഒക്കെയല്ലേ ചെരുപ്പിൻ്റെ ആവശ്യകത വന്നത്, അപ്പോഴല്ലേ അവരത് ഇൻവെൻറ്റ് ചെയ്തത്. അതിനു മുമ്പ് ബെയർ ഫുട്ട് ആയിട്ടല്ലേ നടന്നുകൊണ്ടിരുന്നത്. സോ ഈ ബുക്കിനെ പറ്റിയും ഞാൻ പറയാം. ഇത് വന്നിട്ട് ഖലീൽ, അതിനാണ് ഈ പറഞ്ഞത് ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നവർ അങ്ങനെ പറയാം, ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് അങ്ങനെ പറയാം. ബിക്കോസ് ഹിസ് ഒറിജിൻ അല്ലെങ്കിൽ ഹിസ് നേറ്റിവിറ്റി ഓർ ഹിസ് നാഷണാലിറ്റി ഇത് ഇറാനിയൻ. സോ പുള്ളിക്കാരൻ്റെ വീട്ടിലുള്ളവർ അങ്ങനെയായിരിക്കും അച്ഛനമ്മയും പേരിട്ടുണ്ടാവാം കേട്ടോ. ഇറാനിയൻ അല്ല, സോറി, ലെബനിയൻ. ഹി വാസ് ബോൺ ഇൻ ദ നോർത്തേൺ ലെബനൻ എന്നാണ് എഴുതിയേക്കണത് കേട്ടോ. അപ്പം ആ ലെബനീസിൽ ആയിരിക്കുമല്ലോ ഈ പേര് ഓഫ് കോഴ്സ് ഇടുക. ഈ പേരിൻ്റെ അർത്ഥമൊക്കെ അതിൽ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ പോകണ്ട. അതെ, നല്ല ഒരു ബുക്കാണ്, വായിച്ചോണം. അപ്പോൾ എൻ്റെ പേരെങ്ങനെ പലരും AGA എന്നാണോ പേരെന്ന് വെച്ചിട്ടുണ്ട്. ആകെ 3 ലെറ്റേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് ഒരു പോയമുണ്ട്. അതുകൊണ്ട് ചിലർ പറയണം പോം എന്ന് പറയണം. നോട്ട് അറ്റ് ഓൾ. പോം എങ്ങനെയാണ് പറയണേ? POEM എന്നാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മലയാളത്തിലും അതിലൊക്കെ പഠിച്ച് വന്ന ആൾക്കാർ എന്ത് പറയും? പോയം എന്ന് പറയും. അത്രയും ഇതില്ലെങ്കിലും ഇറ്റ്സ് എ പോയം. മനസ്സിലായില്ലേ? ഇറ്റ്സ് എ പോയം. ഇറ്റ്സ് നോട്ട് എ പോം. അത് എവിടെ നിന്ന് വന്നതാണ്? കുറേ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ഇപ്പം തിരുത്തുന്നുണ്ട്. അവരും പറയുന്നുണ്ട് ഇറ്റ് ഈസ് യു ഷുഡ് പ്രൊനൗൺസ് ഇറ്റ് ആസ് എ പോയം. മനസ്സിലായില്ലേ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നാണെന്ന് ഓർക്കും ആൾക്കാർ, ബോറടിക്കില്ലേ? അത് പോട്ടെ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നതിനകത്തും ഇദ്ദേഹം പറയുന്നുണ്ട്. മക്കളുടെ കാര്യം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് കേട്ടോ. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ഹാവ് ജസ്റ്റ് കം ത്രൂ യു എന്ന്. അതായത് പിള്ളേരെ തല്ലിപ്പഴിപ്പിക്കുന്ന മാതാപിതാക്കളോടാണ് പറയുന്നത്. നിങ്ങളുടെ മക്കളുടെ ഹാപ്പിനെസ് നിങ്ങൾ കളയരുത്. നിങ്ങൾക്കാകാൻ പറ്റാത്തത് എൻ്റെ മകളാകണം, എൻ്റെ മകനാകണം എന്ന് പറഞ്ഞ് നിങ്ങൾ തല്ലി വിടരുതെന്ന് പറഞ്ഞിട്ടൊരു പോയം ഉണ്ട്. ഇത് പ്രോസും ഇതും ആയിട്ടുള്ള പോലത്തെ ഒരു ഇതാണ് കേട്ടോ. കുറേ ഉണ്ട് ഇതിനകത്ത്. അറ്റ് ദ ഗേറ്റ് ഓഫ് ദി ടെമ്പിൾ, ഇതിലെ തന്നെയല്ലേ ആ പോയം എന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം എഴുതിയ ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് കേട്ടോ, ഖലീൽ ജിബ്രാൻ. അത് നോക്കൂ. ദ ബിലവഡ് ഏതൊക്കെ കിട്ടുന്നോ അതിലൊക്കെ നോക്ക്, നല്ലത് കിട്ടും. നെക്സ്റ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമായിരിക്കും ഇത്. അങ്ങനെ പിടിക്കണം, കാണുന്നില്ല ഇത്? ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. ദിസ് ബുക്ക് വിൽ ചേഞ്ച് യുവർ ലൈഫ്. എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ സംസാരം, ഞാൻ ആരുമായിട്ടൊക്കെയാണ് മിങ്കിൾ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കേണ്ടതെന്നൊക്കെ ഇത് അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിക്കെന്താണ് വേണ്ടത്? ഞാൻ അങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് തിരഞ്ഞെടുക്കുക. എനിക്കൊരു കമ്പാനിയൻഷിപ്പ് വേണം, ഒരുപാട് സംസാരിക്കാനുള്ള ആളാണ് വേണ്ടത്, ഞാൻ അതുപോലത്തെ എടുക്കുക. എനിക്ക് ചുറ്റിക്കറങ്ങാനാണ് ഇഷ്ടം. എൻ്റെ കൂടെ എപ്പോഴും വരാൻ എൻ്റെ വീട്ടുകാർക്ക് സമയമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് വരേണ്ടതെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സിനെ എടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈല്. ഇവർക്കിപ്പോൾ ഈ പ്രായത്തിൽ ഇനിയിപ്പോൾ കറങ്ങാൻ പോകാനിട്ട് അതിനെന്താ? കറങ്ങാൻ പോയാലെന്താ? നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മുടെ വീട്ടിലെ ചുമതലകളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ കറങ്ങാൻ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ഇത് നോക്കൂ നിങ്ങൾ, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് മേടിച്ചോളൂ. ഇത് ഒരു ബൈബിളായിട്ട് കൂടെ കൊണ്ടുവരുന്നുള്ളൂ. ഇതെന്താ പറയണതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അനാവശ്യ ചിന്തകളെ വൈപ്പ് ഔട്ട് ചെയ്യുക. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ലൈഫിലെ പകുതി കാര്യങ്ങളും യൂണിവേഴ്സ് ഏറ്റെടുത്തോളും എന്നാണ് പറയുന്നത്. അതാണ് ഈ ബുക്കിൽ പറയുന്നത്. ഇത് എത്രാമത്തെയോ എഡിഷനാണ്, മില്യൺ കോപ്പീസ് വിറ്റ് പോയിട്ടുണ്ട് ഈ ബുക്കിൻ്റെ. അപ്പോൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ അവതരണം എഴുതൂലേ, ഇൻട്രൊഡക്ഷൻ, അതിൽ പറയുന്നത് പല എക്സാമ്പിൾസ് ഇതിൽ തന്നിട്ടുണ്ട്. യുവർ ലൈഫ് ക്യാൻ ബി ഫുൾ ഓഫ് ജോയ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇഫ് യു റീഡ് ദിസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് പവർ യു ഹാവ് ഇൻ യു. നമ്മളിൽ തന്നെയുള്ള ഒരു പവർ നമുക്ക് അറിയണമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കൂ. ഇതിൽ കുറേ ബിബ്ലിക്കൽ വേഴ്സസ് ഒക്കെ ഉണ്ട്. ബൈബിളിലെ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നു, ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്.
ക്ലേർജി മാനാണ്. അപ്പോൾ അദ്ദേഹം അത് ആ രീതിയിലായിരിക്കുമല്ലോ പറയണത്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇൻഫോർമേറ്റീവ്. നിങ്ങൾ കിട്ടും. ഇതിൻ്റെ ഒരുപാട് എഡിഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ മഹാരാജാസിൻ്റെ അവിടെയൊക്കെ MG റോഡിൻ്റെ അവിടെയൊക്കെ സൺഡേസ് വിൽക്കാറുണ്ട് ഇങ്ങനെ പല മാഗസിൻസും ഇതൊക്കെ. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ ടൈം മാഗസിൻ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ടൈം മാഗസിന് ഇപ്പോൾ എത്ര 750 രൂപയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ വാങ്ങാറില്ല. പണ്ട് മേടിക്കുമ്പോൾ അത്ര പൈസയായിരുന്നു. ദ എക്കണോമിസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ, പണ്ട് മേടിക്കുമ്പോൾ 50-100 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. അത് പഴയ എഡിഷനൊക്കെ അവിടെ നിന്നെടുത്തൊക്കെ കാണും. ടൈം മാഗസിനൊക്കെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളതുകൊണ്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഫീൽ ഇറ്റ്. അത്രയും വായിക്കുമ്പോൾ മനസ്സിലാവില്ലായിരുന്നെങ്കിലും അന്നൊരു ഫീൽ ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഇത്രയും വർഷങ്ങൾ വായിച്ചാണ് മക്കൾ ഇംഗ്ലീഷ് നമുക്ക് കൈകാര്യം ചെയ്യാനും നന്നായി മനസ്സിലാക്കാനും. ഇഫ് യു റീഡ് സംതിങ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് വാട്ട് ദ റൈറ്റർ ഓർ ദ ഓഥർ ഹാസ് മെൻറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു ഇഷ്ടമാണ്. ചിലർക്ക് ബുക്സ് വായിക്കുന്നതിലായിരിക്കില്ല ഇഷ്ടം, ചിലർക്ക് മൂവീസ് കാണുന്നതിലായിരിക്കും, ചിലർക്ക് പാട്ട് കേൾക്കുന്നതിലായിരിക്കാം. സോ ഡു ദാറ്റ് വാട്ട് എവർ യു വോണ്ട് യു ഡു. പിന്നെ അങ്ങനെ ഒരു എന്താ പറയുക, അയ്യോ ഞാൻ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഞാൻ ഇതിരുന്ന് ചെയ്ത തെറ്റ്, അങ്ങനെയല്ല. അത് തെറ്റൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു ദിവസം ഇപ്പോൾ വീട്ടിലെ കാര്യം ചെയ്യേണ്ട, ബുക്ക് വായിക്കാനോ തോന്നിയെങ്കിൽ നിങ്ങളത് ചെയ്യണമെന്നാണ് ഞാൻ പറയണത്. ബൈ സംതിങ്. അല്ലെങ്കിൽ ഇപ്പോൾ പറയും അയ്യോ ചേച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ട്, ദെൻ യു ഷുഡ് നോട്ട് സേ. ഇഫ് യു ക്യാൻ സ്പെൻഡ് time, if you want to spend time and if you want to save time from the kitchen, you need to spend something. അല്ലേ, എല്ലാം ഒരു സ്പെൻഡ് സംതിങ് ഇൻ ദ സെൻസ് എക്സ്ചേഞ്ച് ആയിരിക്കണം. എന്ത് സാധനവും എക്സ്ചേഞ്ച് ചെയ്താണ് നമ്മൾ വാങ്ങിക്കുക. മണി എന്ന് പറയുന്നതും എനർജി എന്ന് പറയുന്നതും എല്ലാത്തിനും എന്തെങ്കിലും ഒരു ട്രേഡിങ് ഉണ്ടാകും. ഇപ്പോൾ ഒരു ജോലിക്ക് ഒരാളെ നിർത്തി അവർക്ക് പൈസ നമ്മൾ കൊടുക്കുന്നു, അപ്പോൾ അവരവരുടെ സേവനം തരുന്നു. അതേപോലെ തന്നെയാണ് എൻ്റെ സേവനം. ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് കൊടുക്കാതെ എനിക്ക് വേണ്ടിയിട്ട് ഐ ആം ജസ്റ്റ് ബൈയിങ് സം ഫുഡ്, അപ്പോൾ ആ ഫുഡിന് പൈസ കൊടുക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങൾ കേട്ടോ. ആ ഒരു 250-300 രൂപയോ. അച്ഛൻ അവിടെ നാരായണൻ ചേട്ടനുമായിട്ട് സംസാരിക്കുന്ന വെച്ച് കാത് കേൾക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ഷൗട്ട് ചെയ്യും രണ്ടുപേർക്കും. ദേ ഡു ദാറ്റ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടി. അതാണ് ഈ ഗ്രാമത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായാലും. ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഫ്ലോ പോയി. അവരുടെ ഒച്ചെടുക്കൽ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നോ ഫ്രീ ലഞ്ച് എനിവർ. പണം ഉണ്ടാക്കണമെങ്കിൽ ജോലി ചെയ്യണം. ഭയങ്കര ഒച്ചാട്ടാ. അപ്പം നമുക്കെന്നാൽ അതിൻ്റെ അപ്പ് ചെയ്യാം. അവരെന്താ പറയുന്നതെന്നും കൂടെ ഞാൻ പോയി എത്തി നോക്കട്ടെ. ഞാൻ ഭയങ്കര എന്താണ്ട് അവിടെ നടക്കുന്നുണ്ട് ഇതകട. ഇപ്പോൾ പോയി ഞാൻ നോക്കുക. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അച്ഛനോട് അഭിപ്രായം പറയും. എന്നിട്ട് വഴക്ക് മേടിച്ചിട്ട് വരും. ബിക്കോസ് ഞാൻ നാരായണ വർഷം പിടിക്കും വീട് വെച്ചാന്ന് പറയുമ്പോൾ എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങളായിരിക്കും. നല്ല ചേട്ടനാണ്, പാവ. പണ്ട് മുതൽ നമ്മുടെ ഇവിടെ ഉള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ കൊണ്ടുപോയി മേടിച്ചുകൊണ്ട് തന്നെ. മോള് വാങ്ങിച്ചാണ് ഈ ക്ലോക്ക്. ഇനി ഇവിടെ എന്തായാലും പറഞ്ഞാൽ അലാം ക്ലോക്ക് വയ്ക്കാനായിട്ട്. എപ്പോഴും മൊബൈൽ രാവിലെ എടുത്ത് നോക്കരുത്, ഇതിലായിരിക്കണം നോക്കണ്ടേന്ന് പറഞ്ഞ് അമ്മമ്മയ്ക്ക് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കറക്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ശരി. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഒരു സൺഡേ ഈവനിങ് എവിടേക്കാണെന്ന് വെച്ചാൽ അവിടേക്ക് ആഘോഷിക്കൂ. ബൈ, സീ യു ടുമോറോ. അറിഞ്ഞൂടാ കേട്ടോ. ഈ വീക്കിലെല്ലാം എന്തായാലും രണ്ട് വീഡിയോസായിട്ട് വരാവേ.